ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് IPL 2026 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. IPL 2026 വിജയി ആരാണ്? അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. RCB ആണ് ചാമ്പ്യന്മാർ. ഓക്കെ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് 2026 IPL കിരീട ജേതാക്കൾ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് എന്ത് 2026 IPL കിരീട ജേതാക്കൾ. ഇത് 19ാം സീസണാണ്. IPLൻ്റെ 19ാമത് സീസണാണ്. അപ്പോൾ 2026 മാർച്ച് 28 മുതൽ മെയ് 31 വരെ ഇന്ത്യയിലെ വിവിധ വേദികളിലായി നടന്ന 19ാമത് IPL സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വീണ്ടും കിരീടം ചൂടി. 2025 ആര് തന്നെയായിരുന്നു വിജയി? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയായിരുന്നു ജേതാക്കൾ. IPL ചരിത്രത്തിലെ അവരുടെ തുടർച്ചയായ രണ്ടാം വിജയമാണിത്. 2026 മാർച്ച് 28 മുതൽ മെയ് 31 വരെ നടന്ന ഇന്ത്യയിലെ വിവിധ വേദികളിൽ നടന്ന 19ാമത് IPL ആണ്. 19ാമത് കിരീട ജേതാക്കൾ ആരാണെന്ന് ചോദിക്കാം. ആരാണ് 2026 ജേതാക്കൾ ആരാണെന്ന് ചോദിക്കാം. ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 2025 ആരായിരുന്നു ജേതാക്കൾ? ഇവർ തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിലെ ഉദ്ഘാടന മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരുന്നു. വേദി ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരിലായിരുന്നു. ഫൈനൽ മത്സരം നടന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലായിരുന്നു. അപ്പോൾ ഫൈനലിൽ ആര് പരാജയപ്പെട്ടു? ഗുജറാത്ത് ടൈറ്റൻസ് ആണ് പരാജയപ്പെട്ടത്. അപ്പോൾ IPL കിരീടം 2026 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയത് ആരെ പരാജയപ്പെടുത്തിയാണെന്ന് ചോദിക്കാം. ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ്. വേദി ഏതായിരുന്നു? നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്, അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമായിരുന്നു ഫൈനൽ മത്സരത്തിൻ്റെ വേദി. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നോക്കാം. ചാമ്പ്യന്മാരായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്, ഞാൻ പറഞ്ഞു. റണ്ണറപ്പ് രണ്ടാം സ്ഥാനം ആരാണ്? ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. പ്ലെയർ ഓഫ് ദ മാച്ച് ഫൈനൽ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ്? വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം ഏത് ടീമിൻ്റെ കളിക്കാരനാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കളിക്കാരനാണ്. ഓക്കെ, ഓറഞ്ച് ക്യാപ്പ് നേടിയത് വൈഭവ് സൂര്യവംശിയാണ്. ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്നതിനുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയത് വൈഭവ് സൂര്യവംശിയാണ്. 776 റൺസ് നേടി ഈ ഒരു ടൂർണമെൻറ്റിൽ. അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൻ്റെ കളിക്കാരനാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ കളിക്കാരൻ, ഇന്ത്യക്കാരനാണ്. ഓറഞ്ച് ക്യാപ്പാണ് നേടിയത്. 776 റൺസ് നേടി. ഓക്കെ, പർപ്പിൾ ക്യാപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആൾക്ക് കൊടുക്കുന്നതാണ് പർപ്പിൾ ക്യാപ്പ്. 29 വിക്കറ്റ് നേടി നമ്മുടെ കഗിസോ റബാഡയാണത് നേടിയെടുത്തത്. അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കളിക്കാരനാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. കഗിസോ റബാഡയാണ് പർപ്പിൾ ക്യാപ്പ് നേടിയത്. ഓറഞ്ച് ക്യാപ്പ് ആരാണ്? വൈഭവ് സൂര്യവംശി. പ്ലെയർ ഓഫ് ദ മാച്ച് ഫൈനലിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരായിരുന്നു? വിരാട് കോഹ്ലി ആയിരുന്നു. ഓക്കെ, ഇനി വൈഭവ് സൂര്യവംശി. IPL 2026 രാജസ്ഥാൻ റോയൽസിൻ്റെ വൈഭവ് സൂര്യവംശി ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ എന്നീ സുപ്രധാന പുരസ്കാരങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ വൈഭവ് സൂര്യവംശി നേടി. ഓക്കെ, അപ്പോൾ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരായിരുന്നു? വൈഭവ് സൂര്യവംശി. എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ ആരായിരുന്നു? വൈഭവ് സൂര്യവംശി ആയിരുന്നു. ഈ രണ്ട് പുരസ്കാരങ്ങളും കൂടി അദ്ദേഹം നേടിയിട്ടുണ്ട്. ബാറ്റിംഗ് വിസ്മയം. ഓറഞ്ച് ക്യാപ്പിന് പുറമെ ഈ സീസണിലെ മികച്ച സ്ട്രൈക്കർ ഓഫ് ദ സീസൺ, ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്നീ നേട്ടങ്ങളും വൈഭവ് സൂര്യവംശി സ്വന്തമാക്കി തൻ്റെ ആധിപത്യം എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഓറഞ്ച് ക്യാപ്പിന് പുറമെ ഈ സീസണിലെ സ്ട്രൈക്കർ ഓഫ് ദ സീസൺ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതും ആര് തന്നെയാണ്? വൈഭവ് സൂര്യവംശി തന്നെയാണ്. മറ്റു പ്രധാന നേട്ടങ്ങൾ നോക്കാം. കൂടുതൽ ഫോറുകൾ അടിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സായ് സുദർശനാണ്. ഓക്കെ, ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സായ് സുദർശനാണ് ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയത്. ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ മുഹമ്മദ് സിറാജാണ് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞത്. ക്യാച്ച് ഓഫ് ദ സീസൺ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മനീഷ് പാണ്ഡെയാണ് മികച്ച ക്യാച്ചിനുള്ള അവാർഡ് നേടിയത്. ക്യാച്ച് ഓഫ് ദ സീസൺ നേടിയത് ആരാണ്? മനീഷ് പാണ്ഡെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ. ഫെയർ പ്ലേ അവാർഡ്. പഞ്ചാബ് കിങ്സ് ഈ സീസണിലെ മികച്ച ഫെയർ പ്ലേ പുരസ്കാരം നേടി. അപ്പം ഫെയർ പ്ലേ കാഴ്ചവെച്ച ടീം ഏതാണ്? പഞ്ചാബ് കിങ്സ് 11 ആണ്. ഓക്കെ, മികച്ച പിച്ച് ആൻഡ് ഗ്രൗണ്ട്. ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാൾ, ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവർ സംയുക്ത ജേതാക്കളായി. മികച്ച പിച്ചും ഗ്രൗണ്ടും ആരുടേതായിരുന്നു? ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാളിൻ്റെയും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെതും ആയിരുന്നു. അപ്പോൾ അവർ സംയുക്തമായിട്ട് ഇതിൽ ജേതാക്കളായി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി IPLൻ്റെ ചരിത്രം ജസ്റ്റ് നോക്കാം. 2008 IPL സ്ഥാപിതമാകുന്നത്. ആദ്യ ജേതാക്കൾ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. BCCI ആണ് ഇതിൻ്റെ ഔദ്യോഗിക സംഘാടകർ. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI ആണ് IPL സംഘടിപ്പിക്കുന്നത്. 2020 ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗ് ഫോർമാറ്റിലാണ് ഈ ടൂർണമെൻറ്റ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ഓക്കെ, നിലവിൽ 10 ഫ്രാഞ്ചൈസി ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കുന്നത്. നിലവിൽ 10 ടീമുകളാണ് IPLൽ മാറ്റുരയ്ക്കുന്നത്. 2008 IPL സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. IPLൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ ടീമുകൾ
മുംബൈയും ചെന്നൈയുമാണ്. അപ്പോൾ 5 തവണ വീതം ഇവർ എന്ത് നേടിയിട്ടുണ്ട്, കിരീടം നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സുമാണ് IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീമുകളെന്ന് പറയുന്നത്. ഓക്കെ, ശക്തരായ ഈ ഇരു ടീമുകളും 5 തവണ വീതം എന്ത് ചെയ്യുന്നുണ്ട്, IPL കിരീടം സ്വന്തമാക്കേണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് IPLുമായി ബന്ധപ്പെട്ട് നമ്മുടെ മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ മറ്റൊരു കറണ്ട് അഫെയർ വീഡിയോയുമായി എത്തുന്നതുവരെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരേക്ക് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്